ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെലിവറിക്ക് ശേഷം എല്ലാ അമ്മമാരും നേരിടുന്ന ഒരു കാര്യമാണല്ലേ സാഗി ബ്രസ്റ്റ്. അപ്പം അതിനെക്കുറിച്ച് ഓർത്ത് ചിലവരൊക്കെ വിഷമിക്കുന്നുണ്ടാവും, ചിലർക്കൊന്നും കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാർ, അതായത് വിഷമിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാഗി ബ്രസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമല്ല. ഫീഡിങ് ഒക്കെ നമ്മൾ നിർത്തുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയം കഴിഞ്ഞ് ഒരു 6 മാസത്തോളം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രസ്റ്റ് എങ്ങനെയായിരുന്നോ ഡെലിവറിക്ക് മുന്നേ ഉണ്ടായിരുന്നത് ആ ഒരു രീതിക്ക് തന്നെ തിരിച്ചു വരും കേട്ടോ. പക്ഷേ അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കിയാലോ. ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ബ്രാ അത് കറക്റ്റായിരിക്കണം, കറക്റ്റ് സൈസ് ആയിരിക്കണം. കാരണം അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നമ്മുടെ സാഗി ബ്രസ്റ്റ് ആവോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രാ സൈസ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് കണ്ടു വെക്കണം. ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം കേട്ടോ. പിന്നെ ഈ സൈസൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് കഴിയാൻ നേരത്തുണ്ടല്ലോ, ഈ കപ്പ് സൈസാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. കാരണം പലരും നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ പോലും കപ്പ് സൈസ് നോക്കാതെയാണ് പലരും ബ്രാ മേടിക്കുന്നത്. എന്തിന് ഞാൻ വരെ അങ്ങനെയാണ് കേട്ടോ മേടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കപ്പ് സൈസും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ കറക്റ്റായിട്ടുള്ള ബ്രാ തന്നെ സെലക്ട് ചെയ്യണം. എന്നാൽ മാത്രമായിരിക്കും കേട്ടോ നമ്മുടെ ഈ സാഗി ബ്രസ്റ്റ് ഒന്ന് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ബ്രാ സൈസ് മേടിക്കുക, അതിൽ കപ്പ് സൈസ് കറക്റ്റായിരിക്കണം കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കപ്പ് സൈസൊക്കെ കറക്റ്റായിട്ടായിരിക്കും മേടിക്കുന്നത്, കുറച്ച് കഴിയുമ്പോൾ അതേ സാഗി ആയിട്ട് വരുന്നുണ്ടാവും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രാപ്പ് ഉണ്ടല്ലോ, അതൊന്നും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു സപ്പോർട്ട് കിട്ടും. അതിന് പിന്നെ കപ്പ് സൈസ് കറക്റ്റ് ആവണമെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവർക്കുണ്ടാവും ഇവിടെ ഈ ഒരു ഭാഗം പുറത്തേക്കായിരിക്കും. അതായത് നമ്മുടെ ബ്രസ്റ്റ് ഫുള്ളായിട്ടും ആ ബ്രായിൻ്റെ കപ്പിലിരിക്കണം, എന്നാലാണ് നമുക്ക് സാഗി ബ്രസ്റ്റ് ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പം ഒരുപാട് മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്, ഫീഡിങ് ബ്രാ ആയിട്ടും പിന്നെ സപ്പോർട്ട് വരുന്ന ഒരുപാട് നല്ല നല്ല ബ്രാസ് ആയിട്ടും നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നല്ല ഒരെണ്ണം നോക്കിയിട്ട് മേടിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനലൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ. അപ്പം അടുത്ത വീഡിയോ വരേക്കും ബൈ ബൈ.